മലപ്പട്ടത്തെ കോൺഗ്രസിന്റെ പ്രകോപന മുദ്രാവാക്യത്തിൽ വികാരാധീനനായ ധീരജിന്റെ പിതാവ് ധീരജിനെ കൊന്ന കത്തി കയ്യിലുണ്ടെങ്കിൽ തങ്ങളെയും അതുകൊണ്ട് കുത്തിക്കൊല്ലൂവെന്ന് പിതാവ് രാജേന്ദ്രൻ 45 വർഷം പ്രവർത്തിച്ച പാർട്ടിയെ തങ്ങൾക്ക് തിരിച്ചു തന്നത് തീരാ ദുഃഖമാണ്. വീണ്ടും ധീരജിന്റെ ഓർമ്മകളെ കുത്തി നോവിക്കുന്നുവെന്നും രാജേന്ദ്രൻ പറഞ്ഞു. മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ മുദ്രാവാക്യം വിളിക്കുമ്പോൾ 10-20 കിലോമീറ്ററുകൾ മാത്രം ദൂരെയുള്ള വീട്ടിൽ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. 21 വയസ്സു മാത്രം പ്രായമുണ്ടായിരിക്കെ കൊല്ലപ്പെട്ട ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി ധീരജിന്റെ അച്ഛൻ രാജേന്ദ്രൻ. ഞങ്ങൾ അനുഭവിക്കുന്ന വേദനയ്ക്കും ദുഃഖത്തിനും സങ്കടത്തിനും പറഞ്ഞു അറിയിക്കാൻ കഴിയില്ല. ആ രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. 45 വർഷം കോൺഗ്രസുകാരനായി ജീവിച്ചയാളായിരുന്നിട്ടും പഠനസ്ഥലത്ത് മകൻ SFIക്കാരനായി മാറിയെന്നറിഞ്ഞപ്പോൾ അധിക ഗൗരവത്തിൽ അത് കണ്ടിരുന്നുമില്ല. പക്ഷേ കോൺഗ്രസുകാർ മകനെ കുത്തിക്കൊന്നു എന്ന വാർത്തയറിഞ്ഞ ശേഷം സമാധാനത്തോടെ ഒന്നുറങ്ങാനായിട്ടില്ല രാജേന്ദ്രന്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുടെ വായിൽ നിന്നും വന്നത് ധീരജിനെ കുത്തിയ കത്തി അവരുടെ കയ്യിലുണ്ട് എന്നാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.